കഥ വൃദ്ധ. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. വൃദ്ധ. ഞാനൊരു വൃദ്ധ. പേര് ഗോമതി. വയസ്സ് 71. ആധാർ കാർഡും വോട്ടവകാശവും ഉള്ള ഒരു സാധാരണ സ്ത്രീ. ഞാൻ അനാഥയല്ല, വിധവയാണ്. പെൻഷനില്ല. 3 ആൺമക്കളുടെ അമ്മയാണ്. 3 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. അവർക്ക് സ്വസ്ഥം, സുഖം. എൻ്റെ മക്കൾ എന്നെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്, മനസ്സുകൊണ്ടില്ല. അതുകൊണ്ടവർ അന്തരെന്ന് പറയാൻ വയ്യ. എൻ്റെ പേരിൽ 20 സെൻറ്റ് സ്ഥലവും ഒരു 2 നില വീടുമുണ്ട്. അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല, കൊടുക്കുകയുമില്ല. എൻ്റെ കാലശേഷം അവർ എടുത്തുകൊള്ളട്ടെ. എഴുതി കൊടുക്കാത്തതുകൊണ്ട് 3 പേരും ആ വീട്ടിൽ തന്നെ ഉണ്ട്. ആർക്കാണ് വീട് എന്നറിയില്ലല്ലോ. പാചകം ഒരു കലയാണ്. ഞാനത് വളരെ രസിച്ച് ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം സൂപ്പറാണെന്ന് എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു, ഗോമു, ഇത് അവരുടെ സൂത്രമാണ്. നീ രാവിലെ മുതൽ പണിത് വയ്ക്കുന്നത് തിന്നുകയല്ലേ അവർക്ക് വേണ്ടൂ. ഭാര്യമാരെയും കൂട്ടി പാർക്കിലോ സിനിമയ്ക്കോ യഥേഷ്ടം പോകാലോ. രാവിലെ എത്ര നേരം വരെയും ഉറങ്ങാം. അവധി ദിവസം പോലും ആരും സഹായിക്കുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് ഒരാൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കും, ഒരുത്തി തൂത്തുവാരും, ഒരുത്തി പാത്രം കഴുകും. തീർന്നു. പിന്നെ അവരുടെ ലാവണത്തിലേക്ക് വലിയും. നീ ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി ബ്രേക്ക്ഫാസ്റ്റ്, 4 കൂട്ടം കറി ചേർത്ത് ഉച്ചയൂണ്, വൈകുന്നേരം ചായക്ക് പലഹാരം എല്ലാം ആക്കിയിരിക്കും. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. എൻ്റെ അടുത്ത് ഒത്തിരി ഇരിക്കാൻ കൂടി നിനക്ക് നേരമില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം വരണേ എന്ന് പോലും ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴെങ്കിലും നീ എന്നെ ശ്രദ്ധിക്കുമല്ലോ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കുശുമ്പായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം ഓർമ്മിച്ച് വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് മാറി. ഒരവധി ദിവസം ഞാൻ അടുക്കളയിൽ കയറിയില്ല. 11 മണിവരെ ഞാൻ രാമായണം വായിച്ചുകൊണ്ടിരുന്നു. കഥയിൽ ശക്തമായ മുട്ടുകെട്ട് വാതിൽ തുറന്നു. 3 ആൺമക്കളും ഉണ്ട്. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ അവർക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ മിണ്ടാതെ നിന്നു. അമ്മേ, വിശക്കുന്നമ്മേ, എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എത്ര സമയമായി? ഇളയ മകൻ, വയസ്സ് 34. ഭാര്യയും 2 മക്കളുമുണ്ട് അവന്. ഇനി ഞാൻ അടുക്കളയിൽ കയറുന്നില്ല. അതെന്താ? 3 കണ്ടത്തിൽ നിന്നും വന്ന ശബ്ദം. എനിക്ക് വയസ്സ് 68. ഇനി അടുക്കളപ്പണി വേണ്ട. അവളുമാർക്കൊന്നും അറിയില്ലമ്മേ. മൂത്തവൻ്റെ പതിഞ്ഞ ശബ്ദം. സാരമില്ല, ക്രമേണ പഠിച്ചോളും. പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം. എന്നാലേ തിന്നാനും അടുക്കളയിൽ വരണ്ട. രണ്ടാമത്തെ മരുമകളാണ്. ഇത്ര നാൾ ഞാനുണ്ടാക്കിയത് തിന്നവർ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പെട്ടെന്ന് രണ്ടാമൻ പറഞ്ഞു, നീ അപ്പുറത്ത് പോകിതേ. ദേഷ്യത്തോടെ അവൾ നടന്നു നീങ്ങി. അല്പനേരം കൂടി അവിടെ നിന്നിട്ട് മക്കൾ പിന്മാറി. 1 മാസത്തിനുള്ളിൽ എൻ്റെ അടുക്കളയിൽ 3 ഗ്യാസ് കുറ്റിയും അടുപ്പും. ഉച്ചത്തിലുള്ള ശബ്ദം വേറെയും. ഇതാണ് ഒരുമ. ഞാൻ ആരുടെയും പങ്കുപറ്റിയില്ല. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. എൻ്റെ മക്കളാരും അതിനെ നിർബന്ധിച്ചിട്ടില്ല എന്നതിൽ. അമ്പലത്തിലെ പായസം, പ്രാതൽ, പടച്ചോറ് ഉച്ചയ്ക്ക്, ത്രിമധുരം അത്താഴവും എല്ലാം എൻ്റെ ഭഗവാന്റെ നിവേദ്യങ്ങൾ. തിരുമേനി അറിഞ്ഞു തരുന്നത്. ഒരു ശിവരാത്രി ദിവസം 3 അഭിഷേകവും കഴിഞ്ഞ് വീട്ടിലെത്തി. മുട്ടി വിളിച്ചിട്ടും കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തുറന്നില്ല. അന്ന് ഞാൻ കൃഷ്ണേട്ടനെ ഓർത്ത് കരഞ്ഞു. വരാന്തയിൽ ഇരുന്ന് നേരം കഴിച്ചു. പുറത്തെ ഓഫീസ് റൂം തൂത്തു തുടച്ച് വൃത്തിയാക്കി എൻ്റെ മുറിയിലെ സാധനങ്ങൾ അവിടേക്ക് മാറ്റി. ഒരു പായും തലണയും വാങ്ങിവെച്ചു. ഓഫീസ് റൂമിന് ഒരു പൂട്ടും വെച്ചു. ഇവിടമെങ്കിലും തുറക്കാനും അടക്കാനുമുള്ള അധികാരം വേണമല്ലോ. നിത്യവും രാവിലെ തോട്ടിൽ കുളിക്കും. വസ്ത്രം മാറി അമ്പലത്തിൽ പോകും. കഴിയുന്നത്ര പൂക്കൾ ശേഖരിക്കും. മാല കെട്ടി ഭഗവാന് സമർപ്പിക്കും. വേറെയും മാലകൾ ആവശ്യത്തിന് കെട്ടിക്കൊടുക്കും. എല്ലാം ഭഗവാനെ കാണിക്കാം. ഭഗവാന്റെ പ്രസാദവും കഴിച്ച് ആരോടും പരിഭവമില്ലാതെ കഴിയുന്നു. ഈ രീതി തുടർന്നിട്ട് 3 കൊല്ലമായി. കൂട്ടിന് ഭഗവാനുണ്ടല്ലോ. എനിക്ക് അത് മതി. ശുഭം.